അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്കാണ് പ്രൊജക്ഷൻസ്. ഓക്കെ, പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ബേസിക്കലി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പവർ ഓഫ് 3 എന്ന് വിളിക്കുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. പവർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അക്യുമുലേഷൻ ഉണ്ടാവും, ദെൻ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവും, ദെൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ 3 ടേംസിനെയാണ് നമ്മൾ പവർ ഓഫ് 3, മാർക്കറ്റിനെ പവർ ഓഫ് 3 എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ പവർ ഓഫ് 3 ബേസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് എവിടെ വരെ എക്സ്റ്റെൻഡ് ആകും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെവൽസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് നമുക്ക് ഓൾമോസ്റ്റ് അറിയാമല്ലോ. അതായത് ഇപ്പം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിബനാസി ലെവൽസ് ആയിരിക്കാം, അല്ല നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ MSNR കൺസെപ്റ്റ്, ICTയുടെ കൺസെപ്റ്റുകൾ, അതെല്ലാം വെച്ചിട്ട് ഒരു ലെവൽസ് ബിൽഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവൽസിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ ബേസിക്കലി ഉപയോഗിക്കുന്നത് ടാർഗറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഒരു മാർക്കറ്റ് ഒരു മാനിപ്പുലേഷന് ശേഷം ഒരു ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ ഏത് അറ്റം വരെ പോകുമെന്നും ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു 1:2 ആണ് നമ്മളുടെ ഫിക്സഡ് ടാർഗറ്റ് എങ്കിൽ അത് നമ്മളുടെ പ്രൊജക്ഷൻ അകത്താണെങ്കിൽ നമുക്ക് വിന്നിങ് പ്രോബിലിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെവൽസ് വരെ അതിനെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു പ്രൊജക്ഷൻ്റെ ഏറ്റവും അവസാനം വരെ മാർക്കറ്റ് പോകുന്നത് വരെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണമെന്നല്ല, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യണമെന്നല്ല. നമുക്ക് ആ ഒരു ഏരിയ, ആ ഒരു ലെവൽസിനകത്താണ് നമുക്ക് ഈ നമ്മളുടെ ടാർഗറ്റ് ഏരിയ വരുന്നതെങ്കിൽ അത് ഹിറ്റാകാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അത് നമ്മൾ പറഞ്ഞ കണക്ക് എന്താണ്, ഇപ്പോൾ ഒരു ഫെയിലിയർ സ്വിങ് ആയിരിക്കാം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കാം, ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കാം. ഇതെല്ലാം നമ്മളുടെ ഈ പ്രൊജക്ഷൻ്റെ അകത്താണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് അപ് ടു ദ എക്സ്റ്റെൻറ്റ് ഇവിടം വരെ പോകാൻ എനിക്ക് പ്രോബബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി സോണിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ഫിക്സഡ് ടാർഗറ്റ് അവിടേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് വിന്നാവാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു ഏരിയ ഞാൻ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരിക്കലും ട്രേഡ് എടുക്കാനുള്ളൊരു ഇതൊന്നുമല്ല ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതെനിക്കൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഇപ്പം ഞാനിതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആയിട്ട് എടുക്കുകയാണ്. ഇത് 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്, യൂറോ GBP USD ആണ്. അപ്പോൾ ഇത് ഞാൻ ഒരു കൺസോൾട്ടേഷനായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ എന്താണ് മാർക്കറ്റ് ചെയ്തത്, ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഷോർട്ട് ടൈം ലോ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലോ ഉണ്ടാക്കി അല്ലേ. ഇതൊരു ലോ ആണ്. ഈ ലോയെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് എന്താ ചെയ്തത്, മാർക്കറ്റ് അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചു, ഒരു ടട്ടൽ സ്വീപ്പ് വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ ഇതൊരു മാനിപ്പുലേഷൻ ലെഗാണ്. ഓക്കെ, ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇത് ഓൾറെഡി ഡബിൾ പെർജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഇതായിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു മാനിപ്പുലേഷൻ എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു ലോയെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള സ്റ്റോപ്പിനെ ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പ്രൊജക്റ്റ് ആയി, അല്ലെങ്കിൽ മുകളിലേക്ക് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ട്രേഡ് ഞാൻ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് എനിക്ക് ഏത് എക്സ്റ്റെൻറ്റ് വരെ എനിക്ക് റൺ ചെയ്യണമെന്ന് എനിക്കൊരു പ്രോബിലിറ്റി, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇത് നോക്കുന്നത് എന്താണ്, ഒരു ലിക്വിഡിറ്റി ഒരു സ്വീപ്പാണ് നമ്മൾ ഫസ്റ്റായിട്ട് എൻട്രിക്ക് നോക്കുന്നത് അല്ലേ. ആ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേഷനാണ്. ഓക്കെ, അതായത് അവിടെ കയറിയിട്ടുള്ള സ്റ്റോപ്പിനെ ഹണ്ട് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഏത് ലിക്വിഡിറ്റി സ്വീപ്പിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 പോയിന്റുകൾ നമുക്ക് കിട്ടും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹൈയും കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹൈയും കിട്ടും അല്ലേ, ഈ ഒരു ഹൈയും കിട്ടും, ഈ ഒരു ലോയും കിട്ടും അല്ലേ നമുക്ക് മാർക്കറ്റിൽ.
ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണെങ്കിൽ ഇത് ഏറ്റവും വലിയ ഹൈയും ലോ ഏതാണോ അത് ഇതായിരിക്കാം മാനിപ്പുലേഷൻ ഏരിയ നടന്നിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജസ്റ്റ് എൻ്റെ പ്രൊജക്ഷൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്നും ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്കൊരു പ്രൊജക്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇത്തരം വാല്യൂസ് ആണ്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. 1 0.5 0 -1 -1.5 -2 -2.5 -4 -4.5 ഈ -4.25 എന്ന് പറഞ്ഞാൽ ഞാനൊരു അതിൻ്റെ ഒരു മിഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഗ്രീൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന സാധനങ്ങളാണ് എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പ്രൊജക്റ്റ് ചെയ്യാറുള്ള ഐറ്റംസ്. ഈ ഒരു -4.5 2.5 ഇതൊക്കെ എക്സ്ട്രീം ലെവലാണ് മാർക്കറ്റിൻ്റെ. ഇത് നമ്മൾ ഒരിക്കലും ഇത് ഒരു പ്യുവർ കൺഫർമേഷൻ ഇല്ലാതെ അവിടം വരെ ഒന്നും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ കയറുന്ന ഒരു എക്സ്ട്രീം ലെവലിൽ നിന്നായിരിക്കണം. അതായത് ഒരു നല്ലൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ടിൽ നിന്നോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും വരെയൊക്കെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മളിപ്പോൾ ലോങ് ടൈം ആയിട്ട് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു 1:6 1:8 ഒക്കെ റൺ ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് റൺ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് ഉപയോഗപ്പെടും. ഞാൻ കൂടുതലായിട്ട് ബേസിക്കായിട്ട് യൂസ് ചെയ്യാറുള്ള ഈ ഒരു വാല്യൂസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അത് സിമ്പിളായിട്ട് നമ്മളുടെ ഫിബ് എടുക്കുക, ഫിബിൽ ഈ വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ ഈ വാല്യൂസിൻ്റെ ഒന്നും ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഞാനിതെല്ലാം ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം. ഈ 2.5 ഇത്രയും വാല്യൂസാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസ് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ എനിക്കൊരു മിഡ് പോയിന്റ്, ആ ഒരു ഏരിയയൊക്കെ അടുക്കൊരു മിഡ് പോയിന്റ് വേണം. അതുപോലെ തന്നെ ഈ ഒരു 0.36 ഞാനത് OTയുടെ സംഭവം വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം എന്താണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് എവിടെയാണ്, ഇതാണ് നമ്മുടെ എൻ്റെ റിവേഴ്സൽ സോൺസ്. അപ്പം നമുക്ക് ഇതിന് എന്തിനാണ് ഇവിടെ വരിക്കുമ്പോൾ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ആവണം അല്ലേ? മോസ്റ്റ് പ്രോബബിളി ഈ ഒരു ഏരിയസിലാണ് മാർക്കറ്റ് റിജക്റ്റ് ആവുക. -2നും -2.5നും -4നും -4.5നും ഈ ഒരു സ്ഥലത്തെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി പോയിന്റ് നോക്കിയിട്ട് നമ്മൾ, ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഒരു ലോങ് എടുത്തെന്ന് വെച്ചു. ഇനി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഞാൻ ലോങ് എടുത്തു. ഓക്കെ, എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. പിന്നെ ഞാനിവിടെ ഒരു ലോങ് എടുത്തെന്ന് വെച്ചു. ഇനി ഈ ഒരു ലോയുടെ ഇവിടെ ഞാൻ SL വെച്ചു. ഞാനിവിടെ ഒരു ലോങ് എടുത്തു. ഇത് എന്താണ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഞാൻ ലോങ് എടുത്തേക്കുന്നത് അല്ലേ? അവിടെ ഞാൻ എടുത്തു. അപ്പോൾ നമുക്ക് ടാർഗറ്റ് എന്താണ്, നമുക്ക് 1:2 ഒക്കെ ടാർഗറ്റ് 1:2 വരെ പോകും. 1:2 ഓക്കെ, 1:2 വരെ പോയി എവിടം വരെ പോകും മാർക്കറ്റ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്രൊജക്ഷൻസിനെ ജസ്റ്റ് ഒന്ന് ടാർഗറ്റ് ചെയ്യുക. ഈ പ്രൊജക്ഷൻസ് നോക്കുക. ഈ പ്രൊജക്ഷൻസിനിടയ്ക്ക് ഏതെങ്കിലും ഫെയിലിയർ സ്വിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ ഫെയിലിയർ സ്വിങ്സോ ഈക്വൽ റിലവൻറ്റ് ഹൈസ് ഇവിടെ കിടപ്പുണ്ട് അല്ലേ? ഇവിടെ ഒരു റിലവൻറ്റ് ഹൈ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റിലവൻറ്റ് ഹൈയിലേക്കായിരിക്കും ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് കിട്ടി, വി ക്യാൻ റൺ അപ് ടു ദിസ്. കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3.68 കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ്, അത്രയും റൺ ചെയ്യുന്നില്ല, എനിക്കതിൻ്റെ കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ എനിക്കത് വേണ്ട. എനിക്കൊരു ഫിക്സഡ് ടാർഗറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1:3 ആണ് ഞാൻ റൺ ചെയ്യുന്നത്. ഞാൻ 1:3 വെച്ചു. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, എന്താണ്, അതിൻ്റെ മുകളിലായിട്ട് എൻ്റെ റിജക്ഷൻ ഏരിയ കിടപ്പുണ്ട്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഫെയിലിയർ സ്വിങ്സ്, ആ ഒരു എൻ്റെ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ഷൻസിൻ്റെ ആ ഒരു ഏരിയയിലായിട്ട് എനിക്ക് അതിൻ്റെ താഴെയാണ് എൻ്റെ TP വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് TP ഹിറ്റാകാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് ഓൾസോ ഇൻ 1:2 ഈസിലി റൺ ദിസ്. ഇവിടെ വന്നിട്ടായിരിക്കാം മാർക്കറ്റ് കറക്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഏതെങ്കിലും അപ്പുറത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. ഇതൊരു അൾട്ടിമേറ്റ് റിവേഴ്സൽ ഒന്നുമല്ല കേട്ടോ. നമുക്കൊരു പുൾ ബാക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ പുൾ ബാക്ക് ഉണ്ടായിരിക്കുന്ന അവിടെയാണ്. നോക്കും -4-ലായിട്ടില്ല. ഓക്കെ, അത് അതൊരു അൾട്ടിമേറ്റ് ചെയ്തല്ലേ. അപ്പം നമുക്ക് ആ ഒരു പ്രൊജക്ഷൻ ഇവിടെ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ നിന്നാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ -4-ലായിരിക്കും. അത് ഇല്ലില്ല, പോയിട്ടില്ല.
ഓക്കെ, ഇനിയിപ്പോൾ ഇത് പോയിട്ട് ചിലപ്പോൾ ഈ ഒരു -4 വന്നിട്ട് റിജക്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കെപ്പോഴും ഈ ലാസ്റ്റ് ഉണ്ടായ മാനിപ്പുലേഷൻസ് മാത്രം നമുക്ക് പ്രൊജക്റ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഇത് വലിയൊരു പിക്ചറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഈ ഒരു ലോസിനെയൊക്കെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ലോസിനെ എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഒരു ബിഗർ പിക്ചറാണിത്. ഓക്കെ, ഈ ബിഗർ പിക്ചർ എനിക്ക് ഇത് കിട്ടി, ഇതിന്റെ ലോ ഇവിടാണ്, ഇതിന്റെ ഹൈ ഇവിടാണെന്ന് പറഞ്ഞ് ഇത് നമ്മൾ പ്രൊജക്ട് ചെയ്യരുത്. ഇത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം എടുത്തിട്ടായിരിക്കും ഇത് അവിടെ വരെ ചെല്ലുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇത് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു ടാർഗറ്റ് ആണ് വേണ്ടത്. അതും നിയറസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് വേണം നമുക്ക്. നിയറസ്റ്റ് ആയിട്ടുള്ള ഡ്രോൺ ലിക്വിഡിറ്റി ആണല്ലോ നമ്മൾ ടാർഗറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എൻട്രി പോയിന്റോ എക്സിറ്റ് പോയിന്റോ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഇത് നമുക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഫിബിന്റെ സെറ്റിങ്സ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. എന്നിട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് തരാം. ഇതൊക്കെ ഹൈഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കളേഴ്സ് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് അതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊജക്ഷൻസിനെ പറ്റി പറയാനുള്ളത്. ഇത് നമ്മൾ എൻട്രി എടുക്കാൻ സമയത്ത് ഇത് എങ്ങനെ കൃത്യമായിട്ട് നമുക്കൊരു നമ്മുടെ മോഡൽസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അതായത് നിങ്ങളെ ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നത്. ഇതാണ് ഒരു ബേസിക് കൺസെപ്റ്റ്. ബട്ട് നമ്മളിത് നമ്മളുടെ സെറ്റപ്പിൻ്റെ കൂടെ അലൈൻ ചെയ്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.